ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. സാധാരണ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഡൂയിങ് തിങ്സ് ദാറ്റ് മേക്ക് മീ ഹാപ്പി. അതാണ് ഇന്നത്തെ കോണ്ടന്റ്. അതായത് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്. ഞാനിത് ശരിക്കും ഒരു ഫോറിൻ ചാനലിൽ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ചെയ്യുന്ന സമയത്ത് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ചെയ്തു വന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ എപ്പിസോഡ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വീഡിയോയിൽ 2-3 കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ എനിക്ക് ഇൻട്രോ എങ്ങനെ കൊടുക്കേണ്ടി അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ജേർണൽ ഫ്ലിപ്പ് ത്രൂ കാണിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ 3 കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റത്തത് ജേർണലാണ്. എന്തായാലും ജേർണൽ ചെയ്യാൻ ബുക്ക് എടുക്കുകയാണല്ലോ, അപ്പം ഇൻട്രോ കൊടുക്കുന്നത് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജേർണലാണ്. കാരണം എനിക്ക് ജേർണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഈ ജേർണൽ ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ്. തിങ്സ് ഐ ഡു ടു ഫിൽ മൈ കപ്പ് എന്നാണ് സംഭവം. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഹാർട്ട് ഫില്ലായി എന്നൊക്കെ പറയില്ല. അതായത് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് കുറച്ച് ക്രിയേറ്റീവായിട്ട് ജേർണലായിട്ട് ചെയ്യുന്നു. ഭാഗത്തായതുകൊണ്ട് തന്നെ ആദ്യം ചെയ്ത ജേർണലിൻ്റെ കാപ്പ് പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് വളവൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു കപ്പ് വരയ്ക്കുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ വരയ്ക്കുകയൊക്കെ ചെയ്യും. അടിപൊളിയായിട്ട് വരയ്ക്കില്ല എന്നുണ്ടെങ്കിലും തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ ആക്കിയായിട്ട് ഞാൻ വരയ്ക്കും. ഒരു കപ്പ് വരയ്ക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റൊക്കെ എടുക്കാം.
കപ്പ് ഞാനങ്ങനെ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ കോഫി ഒന്നും ഒഴിച്ചിട്ടില്ല, അതിങ്ങനെ പ്ലെയിൻ ആയിട്ട് വെച്ചാണ്. വേണമെങ്കിൽ കുറച്ച് കോഫി ഒക്കെ വെച്ച് സെറ്റാക്കി വരും. പിന്നെ ഇതേപോലെ നീളത്തിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്യണം, അതിലിങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് എഴുതി കൊടുക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ ഞാൻ ഇതിൽ ജേർണലിംഗ്, സ്ക്രാപ്പ് ബുക്കിംഗ് അങ്ങനത്തെയൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ആ മുകളിലത്തെ പൊസിഷനിൽ ഒരു കട്ട് ഇങ്ങനെ കൊടുക്കാനുണ്ട്. അത് ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം നോക്കി ചെയ്തോളൂ. സോ അങ്ങനെ ഈ സാധനം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ തിങ്സ് ഐ ഡു ടു ഫിൽ മൈ കപ്പ് എന്നും കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഇതാണ് ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് സത്യം അറിയില്ല, നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ പ്രോസസ്സൊക്കെ അടിപൊളിയായിരുന്നു. അടുത്തതാണ് വാട്ടർ കളർ ചെയ്യാന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അറിയൊന്നുമില്ല, ഇതിൻ്റെ ABCD അറിയില്ല. ലൈക്ക് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് റൂൾസൊക്കെ ഉണ്ടല്ലോ, ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്യാന്നുള്ളതില്ല. സോ അങ്ങനെ ഞാൻ അധികം പണിയൊന്നും ഇല്ലാത്ത ഒറ്റ കളർ വെച്ച് മാത്രം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം തപ്പി നടന്നതിനും അങ്ങനെ പിൻട്രസ്റ്റ് പോയിട്ട് ഇതേപോലെ ഒരു സംഭവം ഒക്കെ നോക്കി അങ്ങനെ ഇത് നോക്കി ചെയ്തതാണ്. ഞാൻ വലിയ കാര്യത്തിൽ ഭയങ്കര എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവസാനം ഇങ്ങനെ ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് വീഡിയോ നോക്കിയായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് സ്റ്റോറേജ് കഴിഞ്ഞിട്ട് വീഡിയോ എപ്പോഴും സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്ന്. ഞാൻ സാധാരണ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് രണ്ടുകൊണ്ട് മിക്സഡ് ആയിട്ടാണ് ചെയ്യല്. ഇത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ലൈക്ക് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്നാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ ശരിക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ക്യാമറ ഒന്നും അങ്ങനെ നോക്കിയില്ലേനു. സോ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതാണ് ഈ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഐ മീൻ വാട്ടർ കളർ ചെയ്തതിൻ്റെ ഫൈനൽ. സോ അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ഇനി അല്ല ഗ്ലാസിൻ്റെ ആണെങ്കിൽ അടിപൊളിയാവും. ഇത് ശരിക്കും ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. കാരണം നമ്മളെ മൂഡ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ലൈക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എഴുതിയാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ടാവും.
സോ ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ ലിഡിൽ ഇതേപോലെ പ്രിൻ്റ് അടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. സോ അങ്ങനെ ജാറ് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നിങ്ങൾ എന്തിനൊക്കെയാണോ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് അതിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കി നോട്ടാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ കുറേ എണ്ണം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്ന സമയത്തൊക്കെ ഇതൊക്കെ എടുത്ത് വായിച്ച് വെക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജിയും അങ്ങനെയൊക്കെ കിട്ടും. സോ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാറാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല രസം കിട്ടും ആൻഡ് അടിപൊളിയാണ്. പിന്നെ ഈ ഒരു വാട്ടർ കളറ്, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ജേണലാണ്. സത്യം പറഞ്ഞാൽ ജേണൽ എല്ലാ വീഡിയോസിലും ചെയ്താലൊന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം.